മുൻ ദേവസ്വം പ്രസിഡന്റ് PS പ്രശാന്ത് കൂടി അകത്തായാൽ CPMന്റെ കാര്യത്തിൽ തീരുമാനമായി. ഇവിടെ ദേവസ്വം ബോർഡ് ഭരിക്കാനായിട്ട് വന്ന പുതിയ പ്രസിഡന്റ് K ജയകുമാറിന് അദ്ദേഹത്തിന്റെ പരിഷ്കരണ മോഹങ്ങളൊന്നും നടപ്പാകാൻ പോകുന്നില്ല. കാരണം അദ്ദേഹത്തിന്റെ പ്രൊഫഷണലിസം ഒന്നും ഇവിടെ നടപ്പിലാകാൻ പോകുന്നില്ല എന്ന് മുൻ പ്രസിഡന്റ് പ്രശാന്തിന്റെ അടുപ്പക്കാർ തന്നെയാണ് ജയകുമാറിന്റെ പേഴ്സണൽ സ്റ്റാഫിലും തുടരുന്നത്. ഇപ്പോൾ സർക്കാർ സർവീസിൽ നിന്നും ഈ ഡെപ്യൂട്ടേഷന് ജയകുമാറിന് പേഴ്സണൽ സ്റ്റാഫ് അനുവദിക്കുമെന്ന് റിപ്പോർട്ടുണ്ടായിരുന്നു. എന്നാൽ അതൊന്നും തന്നെ നടന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ പഴയ വീഞ്ഞ് പുതിയ കുപ്പിയിലായ പോലെയായി കാര്യങ്ങൾ. തിരുവിതാംകൂർ ദേവസ്വം വിജിലൻസ് റിപ്പോർട്ടുകൾ പ്രസിഡന്റിനായിട്ട് ഒപ്പിട്ട് വാങ്ങേണ്ടത് പേഴ്സണൽ സെക്രട്ടറിയാണ്. നിലവിലെ സാഹചര്യത്തിൽ പല വിജിലൻസ് റിപ്പോർട്ടുകളും ഇനി വെളിച്ചം കാണില്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ CPM അനുകൂല സംഘടനകൾ എതിർത്തിട്ടും മന്ത്രി VN വാസവന്റെ പിടിവാശിയാണ് വിജയിക്കുന്നത് എന്നുള്ളതാണ്. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള അന്വേഷണം N പ്രശാന്തിലേക്ക് എത്തുമെന്നുള്ള സൂചനകൾ ഇപ്പോൾ വന്നു കഴിഞ്ഞു. ഇത് മനസ്സിലാക്കി കൂടിയാണ് നടപടികൾ മുന്നോട്ട് പോകുന്നത്. 2025 ദ്വാരപാലക ശില്പ കേസ് അന്വേഷണം അട്ടിമറിക്കുവാനും ആ ഫയൽ നീക്കങ്ങൾ അറിയുവാനും കൂടിയാണ് ജയകുമാറിന്റെ പേഴ്സണൽ സ്റ്റാഫിൽ മന്ത്രി ഓഫീസ് ഇടപെടൽ നടത്തിയത്. ഏത് പ്രസിഡന്റ് വന്നാലും പേഴ്സണൽ സ്റ്റാഫ് മാറുന്നത് പതിവാണ്. പക്ഷെ K ജയകുമാറിനെ നിയമിച്ചപ്പോൾ മാത്രം അത് അട്ടിമറിക്കപ്പെടുന്നു എന്നുള്ളതാണ്. തിരുവല്ലം ക്ഷേത്രത്തിലെ അന്നദാന തട്ടിപ്പ്, അച്ചൻകോവിൽ അഴിമതി, മലയാളപ്പുഴയിലെ സസ്പെൻഷനിടെ വരുന്ന സ്ത്രീ പീഡനം, അങ്ങനെ പല വിഷയങ്ങളിൽ കുടുങ്ങിയവരുണ്ട്. ഈ അന്വേഷണത്തിൽ പ്രതിക്ക് ഒന്നും തന്നെ സംഭവിക്കില്ലെന്ന് കൂടി വ്യക്തമാക്കുകയാണ്, അല്ലെങ്കിൽ വ്യക്തമാവുകയാണ് ഈ നിയമനങ്ങൾ. ഏറെ പ്രതീക്ഷയാണ് ജയകുമാറിന്റെ നിയമനം വിശ്വാസികൾക്ക് ആദ്യം നൽകിയത് എന്നുള്ളത് കാര്യത്തിൽ സംശയമില്ല. പക്ഷെ ദേവസ്വം സംവിധാനത്തെ അടിമുടി ഉടച്ചുവാർക്കുമെന്നും വിലയിരുത്തലുകളൊക്കെ എത്തുകയും ചെയ്തിരുന്നു ആ സാഹചര്യത്തിൽ. എന്നാൽ ഒന്നും സംഭവിക്കുന്നില്ല എന്ന് വ്യക്തമാവുകയാണ് ഈ പേഴ്സണൽ സ്റ്റാഫ് നിയമനത്തിലൂടെ. ദേവസ്വം ബോർഡിൽ അവതരിപ്പിക്കുന്ന വിഷയങ്ങളിൽ ഇനി പ്രസിഡന്റിന്റെ മുൻകൂർ അനുമതി വേണമെന്നും തീരുമാനമുണ്ട്. അതായത് എല്ലാ അർത്ഥത്തിലും അജണ്ട പ്രസിഡന്റ് നിശ്ചയിക്കും. ഫലത്തിൽ ഇതെല്ലാം പേഴ്സണൽ സെക്രട്ടറിയുടെ കയ്യിലൂടെ ആകും കടന്നു പോവുക എന്ന് മാത്രം. അതുകൊണ്ട് തന്നെ ദേവസ്വം ബോർഡിലെ ഓരോ നീക്കവും സർക്കാർ സംവിധാനത്തിന് അറിയാനാകും. CPM അനുകൂല സംഘടനയുടെ എതിർപ്പുള്ളവർക്ക് മന്ത്രി ഓഫീസിൽ സ്വാധീനം ഏറെയാണ്. ഇത് തന്നെയാണ് പുതിയ ഉത്തരവിലും നിറയുന്നത് എന്നുള്ളത്. അതായത് പ്രതിസ്ഥാനത്തുള്ളവരുടെ കയ്യിൽ ദേവസ്വം ബോർഡ് ഭരണം തുടരും എന്നർത്ഥം. ദേവസ്വം ബോർഡിലെ നന്തൻകോട്ട ആസ്ഥാനത്തിൽ പല അഴിമതിക്കാരുമുണ്ട്. ഇവരാണ് ദേവസ്വം ഭരണം അട്ടിമറിക്കുന്നത് എന്നുള്ള ആക്ഷേപം സജീവവുമാണ്. ജയകുമാർ തലപ്പത്തെത്തുമ്പോഴും അതിന് മാറ്റമുണ്ടാകുന്നില്ല എന്ന് പറയട്ടെ. ശബരിമല തീർത്ഥാടന കാലത്തുണ്ടായ തിരക്കിൽ ജയകുമാർ ചില അഭിപ്രായ പ്രകടനം നടത്തിയിരുന്നത് നിങ്ങളെല്ലാം ശ്രദ്ധിച്ചു കാണും. തിരക്ക് കൊണ്ട് ഭയന്നുവെന്നതായിരുന്നു ആ നിരീക്ഷണം. ഇത് സർക്കാരിന് ഇഷ്ടപ്പെട്ടില്ല. സർക്കാരിനെ പ്രതിസ്ഥാനത്ത് നിർത്തുന്നത് എന്നൊന്നും അത്തരത്തിലുള്ള ഒരു പരിപാടിയും പാടില്ല എന്ന് ജയകുമാറിനെ സർക്കാർ അറിയിക്കുന്നു, താക്കീത് നൽകുന്നു. ഇതിനുശേഷം ക്രമീകരണം പാളിയില്ല എന്ന് ജയകുമാർ പറയുകയും ചെയ്തു. സുരക്ഷാ ക്രമീകരണങ്ങളിലോ തീർത്ഥാടക നിയന്ത്രണങ്ങളിലോ പാളിച്ചയില്ല. സ്പോട്ട് ബുക്കിംഗ് മുഖേന കൂടുതൽ ആളുകൾ എത്തുന്നതിനാലാണ് ചൊവ്വാഴ്ച തിരക്കുണ്ടായത് എന്നും വ്യാഴാഴ്ച ബുക്ക് ചെയ്തവരെയും കടത്തിവിട്ടു എന്നും പറയപ്പെടുന്നു. അപ്പോൾ ഇത് ശ്രദ്ധിക്കണമെന്ന് നിർദ്ദേശം നൽകി കഴിഞ്ഞിരിക്കുന്നു. സ്പോട്ട് ബുക്കിംഗ് നിജപ്പെടുത്തുന്നതിലൂടെ തിരക്ക് നിയന്ത്രിക്കാനാകുമെന്നാണ് പറയപ്പെടുന്നത്. മികച്ച പ്രതികരണമാണ് ആദ്യഘട്ടത്തിൽ തീർത്ഥാടകരിൽ നിന്ന് ലഭിക്കുന്നത് എന്നും അറിയാൻ കഴിയുന്നു. ജനലക്ഷങ്ങൾക്കായിട്ട് സന്നിധാനം ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. മണ്ഡലകാലത്തിന്റെ തുടക്കത്തിൽ കാണാത്ത സ്ഥിതിവിശേഷമാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത്. 18ാം പടി ചവിട്ടുന്നവരുടെ എണ്ണത്തെയും ഇത് ബാധിക്കുന്നു. 18ാം പടിയിലൂടെ അല്ലെങ്കിൽ 18ാം പടിയിലൂടെ കൂടുതൽ വേഗത്തിൽ കയറ്റിവിടണമെന്ന് നിർദ്ദേശം നൽകി കഴിഞ്ഞു. തിരക്ക് നിയന്ത്രിക്കുവാൻ തന്നെ NDRFന്റെ സാന്നിധ്യം സഹായകമായിരിക്കുന്നു. പമ്പയിൽ നിന്ന് മല കയറുന്നതിനും ക്രമീകരണം ഉണ്ടാകുന്നു. 45 ലക്ഷം ടിൻ അരവണത സ്റ്റോക്ക് ഉണ്ട് എന്ന് പറയപ്പെടുന്നു. പ്രതിദിനം 2 ലക്ഷം നിർമ്മിച്ചുകൊണ്ടേയിരിക്കുന്നു. അപ്പവും ആവശ്യത്തിന് ലഭിക്കുന്നുണ്ട് എന്നാണ് ഇപ്പോൾ നമ്മുടെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ വക പറയുന്നത്. തീർത്ഥാടകർക്ക് ഇഷ്ടാനുസരണം പ്രസാദം വാങ്ങാൻ സൗകര്യമുണ്ട് എന്നുള്ളതാണ് ഇപ്പോഴത്തെ നിലവിലെ പ്രസിഡന്റിന്റെ വിശദീകരണം എന്ന് പറയപ്പെടുന്നു. പഴയ ബോർഡ് കൂടിയാലോചന നടത്തി തീരുമാനങ്ങൾ എടുക്കുകയും നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്തിരുന്നു. ഒരു പാളിച്ചയും അക്കാര്യത്തിലില്ല. എന്നാൽ തീരുമാനങ്ങളെല്ലാം നടപ്പാക്കാനായില്ല എന്നത് സത്യമാണ്. ഉദ്യോഗസ്ഥ വീഴ്ചയാണ് ഇതിന് കാരണമെന്ന് പറയപ്പെടുന്നു. 2 ദിവസത്തിനുള്ളിൽ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കുമെന്ന് പറയപ്പെടുന്നു. സർക്കാർ തലത്തിലുള്ള ക്രമീകരണങ്ങൾക്ക് വീഴ്ചയില്ല എന്നും യോഗങ്ങൾ ചേർന്ന് കൃത്യമായിട്ട് നടപടികൾ എടുത്തിരുന്നു എന്നും പറയപ്പെടുന്നുണ്ട്. സന്നിധാനത്ത് ദേവസ്വം ബോർഡ് അംഗങ്ങളിൽ ഒരാളെങ്കിലും എപ്പോഴും വേണമെന്നുള്ള തീരുമാനത്തിലേക്ക് എത്തുന്നു. താനില്ലാത്ത സമയത്ത് ബോർഡ് അംഗങ്ങളായിട്ടുള്ള K രാജുവും PD സന്തോഷ് കുമാറും പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കണമെന്ന് കൂടി ജയകുമാർ പറയുന്നുണ്ട്. അതായത് പ്രശാന്തിന് ക്ലീൻ ചിറ്റ് നൽകി കഴിഞ്ഞു ജയകുമാർ. ശബരിമലയിലെ സ്പോൺസർഷിപ്പ് കൊള്ളരുതായ്മകൾക്കുള്ള വാതിൽ തുറന്നു കൊടുക്കുവാനുള്ള മാർഗമായിരുന്നുവെങ്കിൽ ഇനി മുതൽ അത് അനുവദിക്കില്ല എന്നാണ് ജയകുമാർ ആദ്യം പറഞ്ഞിരുന്നത്. കൊള്ളരുതാത്ത പ്രവണതകൾ നിരോധിക്കണം. ഇവിടെ സ്പോൺസർമാർ ആരായിട്ട് വരുന്നവർ
ആരാണെന്നും ഇവരുടെ വരുമാന മാർഗം എന്താണെന്നും അന്വേഷിക്കുമെന്നും ഇതൊന്നും അറിയാതെ ഭഗവാന് വേണ്ടി എന്തെങ്കിലും കൊണ്ടുവന്നാൽ വാങ്ങിക്കേണ്ടതില്ല എന്നൊക്കെ വലിയ വായിൽ കെ ജയകുമാർ ആദ്യ ദിവസങ്ങളിൽ പറഞ്ഞിരുന്നു. ഭക്തരുടെ സംഭാവനയും സ്പോൺസർഷിപ്പും സ്വീകരിക്കും, എന്നാൽ അവർ നേരിട്ട് വരണമെന്നും ഇടനിലക്കാർ വേണ്ടെന്നുമാണ് ജയകുമാർ വ്യക്തമാക്കുന്നത്. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ അറസ്റ്റിലായിട്ടുള്ള CPM പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി അംഗം എ പത്മകുമാറിനെതിരെ പാർട്ടി തിരക്കിട്ട് നടപടിയിലേക്കില്ല എന്നുള്ള സൂചനകൾ വരുന്നത് തന്നെ ഇനിയൊരു അറസ്റ്റ് കൂടി ഉണ്ടായാൽ ഈ പാർട്ടിക്കും ഈ സർക്കാരിനും നിലനിൽപ്പില്ല എന്നുള്ളത് കൊണ്ടാണ്. PS പ്രശാന്ത് കൂടി ഇപ്പോൾ അറസ്റ്റിലാകുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് പോകുന്നത്. അവിടെ ആരൊക്കെ എന്തൊക്കെ വെള്ളപൂശിയിരുന്നാലും PS പ്രശാന്തിനെ രക്ഷിച്ചെടുക്കുവാൻ കഴിയുമെന്ന് തോന്നുന്നുണ്ടോ ശ്രീ കെ ജയകുമാർ? ആ കെ ജയകുമാറിനും കഴിയില്ല. അദ്ദേഹം ഒന്ന് മാന്യനായ ഒരു വ്യക്തിയാണ്. പക്ഷെ അദ്ദേഹത്തിന് പോലും ഇവരെ ഒന്നും രക്ഷിച്ചെടുക്കാൻ കഴിയില്ല. ആ പത്മകുമാറിന്റെ അറസ്റ്റിന് പിന്നാലെ തന്നെ നടപടി ഉണ്ടായാൽ പത്മകുമാറിന്റെ ഭാഗത്ത് നിന്ന് തെറ്റ് സംഭവിച്ചു എന്നത് പാർട്ടി അംഗീകരിക്കുന്നതിന് തുല്യമാകുമെന്നുള്ളത് കൊണ്ടാണ് അദ്ദേഹത്തിന് പാർട്ടിയിൽ നിന്ന് പുറത്താക്കാത്തത് എന്നാണ് പറയുന്നത്. ഇത് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സമയത്ത് CPM-ന് തിരിച്ചടിയാകാനുള്ള സാധ്യത അവർ മനസ്സിലാക്കി കഴിഞ്ഞു. അപ്പൊ പത്മകുമാറിനെതിരായിട്ടുള്ള അന്വേഷണത്തിന്റെ വിശദാംശങ്ങൾ പുറത്തു വന്ന ശേഷം ആവശ്യമെങ്കിൽ നടപടികൾ ആലോചിക്കാമെന്നാണ് ഇപ്പോൾ പാർട്ടി നിലപാട്. അതായത് അപ്പോൾ ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പൊക്കെ കഴിയുമ്പോൾ പതുക്കെ പത്മകുമാറിന്റെ റിപ്പോർട്ട് വരുമ്പോൾ പത്മകുമാറിനെ അങ്ങ് പുറത്താക്കാം. ഇതാണ് ഒരു ലൈൻ. പത്മകുമാർ അറസ്റ്റിലായെങ്കിലും നിലവിൽ കുറ്റാരോപിതൻ മാത്രമാണ് എന്നുള്ള സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ പത്രസമ്മേളനത്തിലെ വാക്യമുണ്ടല്ലോ, അതാരും മറന്നു പോകരുത്. ഇതേസമയം പത്മകുമാറിനെയും എൻ ബാസുവിനെയും ന്യായീകരിച്ചുകൊണ്ട് പ്രതിരോധം തീർക്കാൻ പാർട്ടി മുതിരില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. മുതിർന്നാൽ നാറും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ ഇരുവരെയും ന്യായീകരിക്കുന്ന നിലപാട് കൈക്കൊള്ളുന്നത് പൊതുബോധ്യത്തിനെതിരായതിനാൽ അത് തിരിച്ചടിയാകുമെന്ന് പാർട്ടി തന്നെ വിലയിരുത്തപ്പെടുന്നു. അതേസമയം സ്വർണ്ണക്കൊള്ളയിൽ കുറ്റം ചെയ്തവർ ആരായാലും മുഖം നോക്കാതെ നടപടിയെടുക്കുമെന്ന നിലപാട് പാർട്ടി സ്വീകരിക്കുമെന്ന് വലിയ വായിൽ പറയുകയും ചെയ്യുന്നു. ഒരു കാര്യം മനസ്സിലാക്കൂ, MV ഗോവിന്ദനും MV ഗോവിന്ദന്റെ പാർട്ടിക്കാരും. അതിലൊരല്പമെങ്കിലും ബോധമുള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തത് കൊണ്ടായിരിക്കാം ഇപ്പോൾ പ്രതിരോധം തീർക്കാതെ മാറി നിൽക്കുന്നത്. ഇല്ലെങ്കിൽ എല്ലാത്തിനെയും പിടിച്ചകത്താടുമായിരുന്നു. ഈ പറയുന്ന PS പ്രശാന്ത് ആണെങ്കിലും വാസവനാണെങ്കിലും കടകംപള്ളി സുരേന്ദ്രനാണെങ്കിലും എന്തിന് മുഖ്യമന്ത്രിക്ക് വരെ വേണമെങ്കിൽ പത്മകുമാറിന് മൊഴി കൊടുക്കാം. ആ മൊഴി കൊടുത്താൽ ഇവരെല്ലാവരും അകത്ത് പോകുമെന്നുള്ള കാര്യം ഉറപ്പാണ്. ഇനി ഈ ഒരു സമയത്ത് മുൻ പ്രസിഡന്റ് PS പ്രശാന്ത് കൂടി അകത്ത് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ സംഭവിക്കാൻ പോകുന്നത് എന്തായിരിക്കും? ഈ പാർട്ടിയുടെ നിലനിൽപ്പ് തന്നെ ഇല്ലാതാവും. ഈ സർക്കാരിന്റെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ലല്ലോ. അതുകൊണ്ട് ആദ്യം ചെയ്യേണ്ടത് പപ്പനെ ഒന്ന് മര്യാദയ്ക്കിരുത്തുക എന്നുള്ള. അതുകൊണ്ടാണ് ഇപ്പോൾ ഈ പത്മകുമാറിനെതിരെ ഒരു തരത്തിലുള്ള നടപടികൾ സ്വീകരിക്കേണ്ട എന്ന് പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി തീരുമാനമെടുത്തു കഴിഞ്ഞത്. ഇല്ലെങ്കിൽ പടിക്ക് പുറത്തായനെ ഈ പത്മകുമാർ. പക്ഷേ ഈ പത്മകുമാറിനെ പുറത്താക്കുകയും പാർട്ടിയിലെ അംഗത്വത്തിൽ നിന്ന് തന്നെ എടുത്ത് മാറ്റുകയും ചെയ്യുന്ന കാലം വിദൂരമല്ല. ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞോട്ടെ, ഈ പത്മകുമാർ എവിടെയിരിക്കുമെന്ന് കാത്തിരുന്ന് കാണാം. മാത്രമല്ല PS പ്രശാന്തിന്റെയും കാലങ്ങൾ എണ്ണിക്കഴിഞ്ഞു. ഒന്നുകിൽ PS പ്രശാന്തിനെ അവർക്ക് അറസ്റ്റ് ചെയ്യേണ്ടി വരും. അങ്ങനെ ഒരു അറസ്റ്റിലേക്ക് എത്തപ്പെടുന്ന സാഹചര്യം ഉണ്ടായാൽ അന്വേഷണം അതായത് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന്റെ കൃത്യമായിട്ടുള്ള അന്വേഷണത്തിനകത്ത് PS പ്രശാന്തിനെയും ഉൾപ്പെടുത്താതിരിക്കാൻ കഴിയില്ല എന്നാണ് പറയപ്പെടുന്നത്. കാരണം PS പ്രശാന്തും അറിഞ്ഞുകൊണ്ട് തന്നെയാണ് 2024 ചെയ്തികൾ നടന്നിട്ടുള്ളത് എന്ന് പറയപ്പെടുമ്പോൾ അതിന് പിന്നിലും ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി അല്ലെങ്കിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ സഹായിക്കുവാൻ ശ്രമിച്ചവരുടെ കൂട്ടത്തിൽ പത്മകുമാർ മാത്രമല്ല PS പ്രശാന്ത് ഉൾപ്പെടും. അങ്ങനെയാണെങ്കിൽ PS പ്രശാന്തിനെ കൂടെ ഈ ഒരു സമയത്ത് അറസ്റ്റ് ചെയ്യുകയാണെങ്കിൽ CPM-ന്റെ കരണത്ത് കിട്ടുന്ന ഒരു അടിയായിരിക്കും അത് എന്നുള്ള കാര്യത്തിൽ സംശയം.